അങ്ങനെ ഞാനും മിനിച്ചേച്ചിയും കൂടി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ചായക്കട ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഭക്ഷണങ്ങൾ തന്നെ. നമ്മൾ ഇന്നലെ കഴിച്ചത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇന്നലെ ഷിബിലേട്ടൻ്റെ ഒപ്പം ഇരുന്ന് പോയത്. ഇപ്പോൾ ഞാനും മിനിച്ചേച്ചിയും കൂടി ഇന്ന് ഇറങ്ങിയതാണ്. ഷിബിലേട്ടൻ ഇന്ന് അവിടെ ഒരു പേഷ്യൻറ്റ് രാവിലെ തന്നെ വന്നുകൊണ്ടിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കണതാണ്. അപ്പോൾ മിനിച്ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ രണ്ടുപേരും കൂടി ഏകദേശം ചായക്കട എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം മേടിക്കാൻ വേണ്ടി എത്തിയ ഹോട്ടലാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെയും കഴിച്ചത്. അപ്പോൾ ഇന്നലെ വന്ന് ഇവിടുന്ന് ചായ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മിനിച്ചേച്ചി പറഞ്ഞ് നമുക്ക് എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചായക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കണം. ചായക്കാരനെ കാണാനില്ല, അവിടെയാണ് ചായ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ചായക്കടയിൽ ചായക്കാരനെ നോക്കിക്കുന്ന ടൈമിൽ മിനിച്ചേച്ചി ഇതെന്ത് ബജ്ജിയോ ഇതെന്താ സാധനം? പുളുകു. പുളുകു എന്ന് പറയുന്ന ഒരു ബജി പോലത്തെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് ചായക്കാരൻ പറഞ്ഞാണെങ്കിൽ ചായയും കൂടി കുടിച്ചിട്ട് അങ്ങനെ ആ ചായക്കാരൻ വന്നിട്ട് നമുക്ക് ചായയൊക്കെ തന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ചായ തന്നെയാണ് ഇന്നലെ നമ്മൾ വന്നിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ നമ്മളോട് യാത്രേനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ ചേട്ടനെ പരിചയപ്പെട്ട്. അണ്ണാ പേര് സച്ചിൻ. സച്ചിൻ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ടേസ്റ്റാണ് ഭക്ഷണത്തിനൊക്കെ ഇന്നലെ മേടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാനായിട്ടുള്ള പാക്കിങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതേ കുട്ടൂസിൻ്റെ പൊക്കത്ത് നമ്മുടെ ബാഗുകളെല്ലാം വെച്ചിന് കെട്ടിയിട്ട് മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാക്കും ഈ ഫ്ലെക്സിൻ്റെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ ചെറിയ ബാഗ് അതുപോലെ ബോട്ടിൽസ് വെള്ളത്തിൻ്റെ ഇതെല്ലാം നമ്മൾ ഫ്രണ്ടിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബാഗുകളെന്ന് പറഞ്ഞാൽ എമർജൻസി മാത്രമേ യൂസ് ഉള്ളൂ. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോഴേക്കുള്ള ഡ്രസ്സും പിന്നെ ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഫോൺ ഒഴിക്കുന്ന ആവശ്യം വരാറില്ല. എമർജൻസി ഉള്ള സാധനങ്ങളെല്ലാം ഫ്രണ്ടിലേക്ക് കൊട്ടയിൽ വെക്കണം. അപ്പോൾ ബാക്കിൽ നല്ലോണം നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് തന്നെ വേണം പോകാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കണമായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പേഷ്യൻസ് എല്ലാം വന്നിട്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ പരിചയപ്പെട്ട ചേട്ടനായിരുന്നു ഇത്. അതുപോലെ തന്നെ ചേട്ടൻ്റെ വൈഫാണ് അവിടെ ഇരിക്കണം. അക്കയുടെ അന്ന് ട്രീറ്റ്മെൻറ്റിന് വന്നപ്പോഴാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്നലെ. പിന്നെ ബാക്കി ഇപ്പോൾ 2-3 പേരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമിലാണെങ്കിലും ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റൂമിൽ ഇപ്പോൾ ഒരു 3-4 പേര് കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പരമാവധി ഇന്നൊരു 60 കിലോമീറ്റർ പോകണം. അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട്. അകത്തുണ്ട് ആൾക്കാരുകളൊക്കെ. അപ്പോൾ അക്ക പോയിട്ട് വരാം. താങ്ക് യു. അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് ഇതേ കുട്ടൂസനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷിബിലേട്ടനാണെങ്കിൽ ഇവിടെ തിരക്കിലായിരുന്നു. എന്നാലും ആ ഷിബിലേട്ടനൊക്കെ വിളിച്ച് പോകണമെന്നൊക്കെ പറയാൻ വേണ്ടി നിൽക്കണതാണ്. ഇപ്പോൾ ഇത് പ്രിയങ്ക ചേച്ചിയുണ്ട്, ഷിബിലേട്ടനുണ്ട്, അതുപോലെ മിനിച്ചേച്ചിയുണ്ട്. ടീച്ചറിന് നമ്മളോട് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിബിലേട്ടൻ എന്തായാലും എല്ലാ ദിവസവും ഓരോ വീഡിയോകളൊക്കെ കാണും. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര കഴിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചു വന്നിട്ടൊക്കെ ഷിബിലേട്ടനൊക്കെ കാണുമായിരിക്കും. കാരണം കുറേ നല്ല ഉപകാരങ്ങൾ തന്നെയായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിനിയിപ്പോൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിശാഖപട്ടണത്തേക്കുള്ള റൂട്ടാണ്. റൂട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് സൈക്കിൾ ഓട്ടി കഴിഞ്ഞിട്ടൊന്ന് എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് റൂട്ട് നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ബൈ, താങ്ക് യു. അപ്പോൾ പോയിട്ട് വരാം മിനിച്ചേച്ചി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷിബിലേട്ടനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വിജയവാഡയിലെ മെയിൻ സിറ്റിയിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാനുള്ളതും എല്ലൂർ എന്ന് പറയുന്ന ഒരു അടുത്തൊരു സിറ്റി ഉണ്ട്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ വിശാഖപട്ടണത്തേക്ക് പോണത്. അപ്പോൾ നമുക്ക് എല്ലൂർ ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് മിക്കവാറും നമുക്ക് പരമാവധി അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇവിടെ നിന്നൊരു 80-90 കിലോമീറ്റർ അടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോഴേക്കും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. നമുക്കിനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തിയിട്ട് വേണം റൂട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം നേരെ ഈ വഴി പോയിട്ട് സിറ്റിയിൽ നിന്ന് ഔട്ടർ ഇറങ്ങിയിട്ട് വേണം ഒന്ന് റൂട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മളിന്ന് എവിടെ എത്തിപ്പെടുമെന്നൊക്കെ നമുക്ക് പയ്യെ നോക്കിയിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഇവിടുന്ന് ഏകദേശം 350 കിലോമീറ്റർ താഴെ ഉള്ളൂ
വിശാഖപട്ടണം. അപ്പോൾ നമ്മൾ ഓരോ വില്ലേജിലൊക്കെ കയറി പോകണമെങ്കിൽ പോലും നമ്മളൊരു 5 ദിവസം 6 ദിവസത്തിൽ വിശാഖപട്ടണം എത്തും. നേരെ പോകണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 4 ദിവസം മതി. എന്നാലും നമ്മൾ പരമാവധി വില്ലേജുകളൊക്കെ കയറി പോകണോണ്ടിട്ട് ഒരു 5 ദിവസം തൊട്ട് 7 ദിവസത്തിനുള്ളിലായിരിക്കും വിശാഖപട്ടണം എത്തുന്നതും. അപ്പോൾ എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ എല്ലാവരും കൂടെ കുടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെഴുതുന്നേ എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാധനം അങ്ങോട്ട് ഓടിച്ചോ. ഞാൻ ഓടിക്കും. നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഈ എണിക്കാണ്ട് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ മരത്തിൻ്റെ താഴെ തണൽ കണ്ടപ്പോഴേക്കും നിർത്തിയതാണ്. അപ്പോൾ തന്നെ സൈഡിൽ കണ്ട ഒരു ചെറിയൊരു കുരിശുപള്ളിയാണ്. ഇതുപോലെയുള്ള കുറേ കുരിശുപള്ളികൾ വന്ന വഴിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനും. നല്ലൊരു ആശ്വാസം തന്നെ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഈശോ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടൂസനെ ഇവിടെ റെഡിയായി നിൽക്കാണ്ട് ഇനി കുട്ടൂസനെ എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ ഹൈവേയിലാണ്. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ വിശാഖപട്ടണത്തേക്കുള്ള ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത 2 മച്ചാന്മാരെ കണ്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണേ നോർത്ത് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ബ്രോ പേര്? ശ്രീഹരി. നാട്ടിൽ ആലപ്പുഴ തന്നെ രണ്ടുപേരും? എവിടെ വർക്കലയിൽ. അപ്പോൾ നമ്മളിപ്പോൾ പോണ വഴിക്ക് കണ്ടാണ് അവർ നോർത്ത് ഈസ്റ്റ് മൊത്തം പ്ലാൻ. അപ്പം എങ്ങനെയാണ്? ഫുള്ള് നോർത്ത് ഈസ്റ്റ് മാത്രമായിട്ടൊരു പ്ലാനില്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയായിരുന്നു നേരത്തെ. ലഡാക്ക്, കേരള, കാശ്മീർ ഒക്കെ ഓൾറെഡി ചെയ്ത്. പിന്നെ ഇപ്പൊ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓ നൈസ്. അപ്പോൾ ഇപ്പൊ എത്ര ദിവസം ഇറങ്ങിയിട്ട്? ബാംഗ്ലൂരിൽ തുടങ്ങി. ഞങ്ങൾ 3-ാമത്തെ ദിവസം. 3-ാമത്തെ ദിവസം. ബാംഗ്ലൂർ ഇപ്പോൾ വർക്ക് ചെയ്യണോ നിങ്ങൾ? ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെന്തായാലും കണ്ടുകൂട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്ന വഴിക്ക് ഒരു പമ്പിൽ പെട്രോൾ അടിക്കണമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈവേ കൂടി വന്നുകൊണ്ട് സർവീസ് റോഡിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇവരെയും കണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെയൊക്കെ ട്രാവലേഴ്സിന് നമ്മൾ മീറ്റ് ചെയ്യാൻ നേരത്ത്. അങ്ങനെ നമ്മൾ ഈ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമെല്ലാം തീർന്നു. അപ്പോഴേക്കും നമ്മൾ കണ്ട പമ്പാണ്, ജിയോൻ്റെ പമ്പാണ്. ഇത് അത്യാവശ്യം നല്ല സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുത്തുള്ളതൊക്കെ കിട്ടും. അത് കാരണം നമ്മൾ കയറിയതാണ്. ചില പമ്പുകളിൽ ഇവിടെ വരാൻ നേരത്ത് ഈ മിഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇപ്പോൾ കയറുന്നത്. കാരണം നല്ല ചൂടാണ്. ഇപ്പോൾ തണുത്തുള്ളതുണ്ടെങ്കിൽ ഒന്ന് മുഖമൊക്കെ കഴുകാൻ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കാൻ നേരത്ത് 2 പയ്യന്മാരും കൂടി വന്ന് നമ്മളോട് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവന്മാരെ നമുക്ക് പേരൊക്കെ ചോദിച്ചിട്ട് സ്ഥലവും എവിടെയാണെന്നൊന്ന് ചോദിച്ച് പരിചയപ്പെടാം. ബ്രോ നെയിം? ജശ്വന്ത്. അപ്പോൾ ഊര് അംബാപുരം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കണം അംബാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി. അപ്പോൾ വേറൊരു ബ്രോ ഉണ്ട്. നെയിം? സുധീർ. ഓ സ്റ്റഡി എൻ്റർ ഫസ്റ്റ് ഇയർ കോളേജ്. അപ്പോൾ ഇവന്മാർ ഇവിടെ പഠിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവർ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവർ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയ ഇവന്മാർ വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടൂസനെ ഇവിടെ ഇരിക്കണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുട്ടൂസനെ എടുത്തിട്ട് പോകാനുള്ള വഴിയാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് റൂട്ട് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇന്നർ വില്ലേജിൽ കൂടി ഒന്ന് പോകാനുള്ള പ്ലാനാണ്. കാരണം ഹൈവേ കൂടി പോയിട്ട് കുറേ നേരമായിട്ട് ഒരേപോലെ തന്നെ ഇരുന്നിട്ട് നമുക്കൊരു കാഴ്ചകളൊന്നും കാണാനായിട്ട് പറ്റുള്ള, ആസ്വദിക്കാൻ പറ്റുള്ള. നമ്മളെന്തായാലും ഇനി ഒരു നല്ല വില്ലേജ് റൂട്ട് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിരിക്കണതാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടോൾ പ്ലാസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി പോയിട്ട് നമുക്ക് ഹൈവേ നിന്ന് ഡീവിയേഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ടോളിൻ്റെ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ പപ്പങ്ങയൊക്കെ അരിഞ്ഞിട്ട് വിൽക്കണുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് പപ്പങ്ങ 30 രൂപക്ക് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അന്ന് അത് പറഞ്ഞാൽ മേടിക്കുക. അതാകുമ്പോൾ നല്ല നമുക്കും നല്ല ആയിക്കോളാം, ചൂടും കുറഞ്ഞിട്ടും. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് അവിടെ ഒരു പട്ടിക്കുഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ ആ ലോറിക്കാർ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ നോക്കിയൊക്കെ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ ബിസ്ക്കറ്റ് പാക്കറ്റ് ഒരു ചേട്ടൻ മേടിച്ച് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തായാലും ഒരു 2 പാക്കറ്റ് കൊടുക്കാം. ഞാൻ പിന്നെ ഇതൊക്കെ കാണിക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളിതൊന്നും കാണിക്കണം. പിന്നെ ഇതിപ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞാൽ യാത്രകൾ പോകാൻ നേരത്തെ ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ കുറേ മിണ്ടാപ്രാണികളൊന്നും കിട്ടാണ്ടൊക്കെ നിൽക്കണമെന്നാണെങ്കിൽ കുറച്ച് ചെറിയ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കണത്. അല്ലാതെ ഒരിക്കലും ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നമുക്കൊരിക്കലും ഇനി ഇതിനെക്കുറിച്ചിട്ടൊരു ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിഷമവും. കാരണം നമ്മൾ ഇതുപോലെ പോണ വഴിക്ക് നമ്മൾ എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് ആ ചേട്ടന് ഇതുപോലത്തെ ബിസ്ക്കറ്റ് പാക്കറ്റ് കുറേ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബിസ്ക്കറ്റ് കഴിക്കണം ഇപ്പോൾ കുറവാണ്. പിന്നെ യാത്രയുടെ ഇടയിലാണെങ്കിൽ നമ്മളെപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല്ലിനാണെങ്കിലും ഇപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ ബിസ്ക്കറ്റും മധുരങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പരമാവധി അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ മേടിച്ചെന്ന് എന്തെങ്കിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ അത് നമുക്കും വളരെ സന്തോഷം കൊടുക്കും. നമ്മൾ ഇതേപോലെയൊക്കെ കൊടുത്തു പോകുമ്പോൾ ഇവരുടെ പ്രാർത്ഥനകളൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കണത്. അങ്ങനെ ഞാനിവിടെ നിർത്തിയിട്ട് നേരത്തെ മേടിച്ച പപ്പങ്ങ അതുപോലെ തന്നെ
അവനിവിടെ ഉണ്ട്. ഇതാ എന്നോട് ബിസ്ക്കറ്റൊക്കെ പിറക്കി മാറിയൊക്കെ പോയിട്ടിരുന്നൊക്കെ കഴിക്കണം. ഇനിയും വരും ഇവിടെ നിന്ന് ബിസ്ക്കറ്റ് എടുക്കും, അങ്ങോട്ടുണ്ട് മാറിയൊക്കെ ഇട്ട്. അവനും ചെറിയ പേടിയൊക്കെ ഉണ്ട്. ആൾക്കാർ ഉപദ്രവിക്കണോണ്ടായിരിക്കും നിങ്ങൾക്കെല്ലാം ഈ പേടി വന്നെ. ഇത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആദ്യം വന്നായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഓരോന്ന് പിറക്കി അവിടെ കൊണ്ട് വെച്ചിട്ടൊക്കെ കഴിക്കണം. അങ്ങനെ കുറേ നേരമായിട്ട് നമ്മൾ ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരമായിട്ടാണ് ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വന്നു തുടങ്ങിയത്. ഫുള്ള് നെൽപ്പാടങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് അറ്റം വരെ കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ നമ്മൾ പുതിയൊരു റൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ടെല്ലാം നല്ല നെൽപ്പാടങ്ങളും എല്ലാം കണ്ടിട്ട് പോകാനായിട്ടുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ നല്ല കുറേ കാഴ്ചകൾ അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 4 മണിയായിട്ടുണ്ട്. 4 മണിയായപ്പോഴേക്കും നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ വ്യൂ ഇനിയിപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററും കൂടി പോയിട്ട് സ്റ്റേ ചെയ്തെങ്കിലും പെട്രോൾ പമ്പിൽ എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ടുള്ള റൂട്ടുകളൊക്കെ നോക്കാനായിട്ട്. കാരണം ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റൂട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തേക്കുള്ള ഒരു റൂട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മൊത്തം ഹൈവേ ആണ്. അപ്പോൾ ഇന്ന് ഈ ഹൈവേ തന്നെ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ എടുത്തിട്ട് നാളെ നമുക്ക് ഒരു ഡീവിയേഷൻ മഞ്ഞുണ്ട്. ആ ഡീവിയേഷൻ നോക്കി കയറണം. ആ വഴി പോകണമെങ്കിൽ നല്ല കുറേ ഉള്ളിലേക്ക് കുറേ ഗ്രാമത്തിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അവിടുത്തെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇന്നിനിപ്പോൾ നമ്മൾ ആ വഴി കയറിയാലും അവിടെ ഒന്നും സ്റ്റേ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇന്ന് പണിയാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഹൈവേ തന്നെ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ ധാബയിലോ അല്ലെ നിന്നിട്ട് നാളെ നമ്മൾ അവിടെ നിന്ന് വേണം നമുക്ക് റൂട്ടെല്ലാം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ റൂട്ടൊന്ന് നോക്കിയിട്ട് കുറച്ച് ഇന്നർ വില്ലേജിൽ കൂടി തന്നെ പോകാനായിട്ടുള്ള റൂട്ട് നോക്കണം. ഇപ്പോൾ കിലോമീറ്ററൊക്കെ കൂടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാഴ്ചകൾ കണ്ട് ഓരോ ഗ്രാമത്തിലെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ആ റൂട്ട് തന്നെ ആയിരിക്കും നല്ലത്. ഈ ഹൈവേ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടയേർഡാവും. കാരണം കയറിയിരിക്കാനൊന്നും ഒരു മരവും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഒരു നല്ല നല്ല കാഴ്ചകളും കാണാൻ പറ്റില്ല. എല്ലാം ഒരേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നാളെ മുതൽ സഞ്ചരിക്കണമെന്ന് പറഞ്ഞാൽ ഫുള്ള് ഉള്ളിലെ ഗ്രാമങ്ങളിലൂടെ ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം കോസ്റ്റൽ ഏരിയയൊക്കെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കണം. തന്നെ കൊണ്ട് ഇവിടെ എല്ലായിടത്തും സീ ഫുഡുകളെല്ലാം നല്ല രീതിയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. മീനുകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ട്രാവൽ ചെയ്ത വഴികളെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഡ്രൈ ആയിരുന്നു. അപ്പോൾ അവിടെ മീനും കാര്യങ്ങളൊന്നും തന്നെ അവൈലബിളേ ആയിരുന്നില്ല. ഇവിടെ വരാൻ നേരത്ത് കുറേ പുഴ മീനുകളെ പോലത്തെ മീനുകളൊക്കെ വിൽക്കണ കുറേ ചേച്ചിമാരെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഉടനെ തന്നെ ഗ്യാസും മേടിക്കണേ. ഗ്യാസ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ കാണുന്ന മീനുകളൊക്കെ ആണെങ്കിൽ കുറച്ച് അവർ തന്നെ ക്ലീൻ ചെയ്തൊക്കെ തരും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മേടിക്കുക. മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് തന്നെ വറുത്ത് കഴിച്ച് അടിപൊളിയായിരിക്കും ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രകൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. ഈ നല്ല കുറേ കാഴ്ചകൾ തന്നെ ആയിരിക്കും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെയും കൂടി കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് നിർത്തിയ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സീനറിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടൂസനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടത്തിൻ്റെ അവിടെ നിറയെ ഞാറയും കൊക്കുകളും, ഞാറ തന്നെയല്ലേ ഒരു ബ്ലാക്ക് കളറ്, അതുപോലെ തന്നെ കൊക്കുകൾ. ഇതവിടെ ആയിട്ടാണെങ്കിൽ കുറേ പ്രാവുകൾ വന്നിട്ട് നെല്ലിൻ്റെ ചെറിയ ചെടികളിൽ നിന്നൊക്കെ എന്തോ കൊത്തി തിന്നണുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ വരുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു പെട്രോൾ പമ്പൊക്കെ നോക്കിയപ്പോൾ എല്ലായിടത്തും ഭയങ്കര ലോറിക്കാരുടെയൊക്കെ തിരക്ക്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഒരു ധാബ കണ്ടപ്പോഴേക്കും കയറിയതാണ്. ഇവിടെ ഏകദേശം 12-1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞത്. അവിടെ പോയി ഒന്ന് കുളിക്കാനുണ്ട്. അവിടെ നിന്ന് കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അല്ല നിൽക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ടെൻ്റ് അടിക്കാനായിട്ടാണെങ്കിലും നിറയെ ചെളിയൊക്കെ കിടക്കണ സ്ഥലമായി കൊണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കൂട്ടിപ്പോയതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴേക്കും അവർ കുഴപ്പമൊന്നുമില്ല, അവിടെ പോയി ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലോറിൽ വേണം നമുക്ക് ഇന്ന് ടെൻ്റ് അടിച്ചിട്ട് കിടക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മൾക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഇനി യാത്ര തിരിക്കണം. അപ്പോൾ ഇന്ന് രാത്രി വേണം നമുക്ക് പോകാനായിട്ടുള്ള റൂട്ടും എല്ലാം കറക്റ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാം സെറ്റായി അവിടെ പോയി ടെൻ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ നേരത്ത് ഇവിടെ വേറൊരു ബ്രോയും കൂടി വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായി.
അപ്പോൾ ആ ബ്രോനോട് ഞാൻ ചോദിച്ചായിരുന്നു പുള്ളിക്കാരൻ ഇവിടുത്തെ ലോക്കലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ അവിടെ ടെൻ്റ് അടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്, നെയ് അജയ് എന്നാണ് പേര്. അപ്പോൾ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് നെയ് ഭീമഡോളു. അപ്പോൾ ഭീമഡോളു എന്ന് പറഞ്ഞ വില്ലേജിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഹൈവേ കൂടി ഇനിയിപ്പോൾ കുറേ ദൂരം പോയാൽ അടുത്ത് എന്തെങ്കിലും ധാബേ അല്ലെങ്കിൽ പെട്രോൾ പമ്പൊക്കെ എത്തുള്ളൂ. പിന്നെ എന്തായാലും ഇന്ന് ടയേർഡാണ്. ഇന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ നമ്മൾ വിജയവാഡയിൽ നിന്ന് ഇവിടത്തോളം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ടെൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കുളിച്ചത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കുളിച്ച് കഴിഞ്ഞുകൊണ്ടിട്ട് ചെളിയുണ്ട് ഈ വഴി പോകാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ എന്ന് പറഞ്ഞാൽ ടെൻ്റ് അടിക്കാനായിട്ട് ഇവർ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ രാത്രി 12 മണി വരെ ഉള്ളൂ. അപ്പോൾ ടെൻ്റ് അടിച്ച് നിൽക്കാനാണെങ്കിൽ ഇവിടെ നല്ല സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് തന്നെയാണ് ടെൻ്റ് അടിച്ച് നിൽക്കാൻ വേണ്ടി പോണത്. എന്തായാലും നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണത്. ഇവിടെ വന്ന് നേരത്തെ ഇവിടുത്തെ ലോക്കലാന്ന് പറഞ്ഞ ചേട്ടനും പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും ഈ ചേട്ടനാണ് എന്നോട് അവിടെ പോയിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പെർമിഷനൊക്കെ തന്നെ. അപ്പോൾ ഈ ചേട്ടൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് പരിചയപ്പെടാം. എന്നാ പേര്? ആ പ്രധാൻ. ഹോട്ടൽക്കാ പോണേ. അപ്പോൾ ഈ ഹോട്ടലിലെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം. കുറച്ച് നേരം ചാർജൊക്കെ കുത്തിയിടണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനിയിപ്പോൾ സൈക്കിളും എടുത്തിട്ട് സൈക്കിളിൽ ഞാനിപ്പോൾ അത് കുട്ടൂസിൻ്റെ പൊക്കത്താണ് ഇതെല്ലാം വിരിച്ചിട്ടേക്കണത്, ഈ ഡ്രസ്സുകളെല്ലാം വിരിച്ചിട്ടേക്കണത്. അതിപ്പോൾ ഇനി അവിടെ പോയി ടെൻ്റ് അടിച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്. ഇന്നാണെങ്കിൽ നല്ല ടയേർഡാണ്, കാരണം ഹൈവേ കൂടി മാത്രം സൈക്കിൾ ഓട്ടി വന്നുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ പുതിയ പുതിയ അറിവുകളൊക്കെ നേടാൻ നേരത്തെ നമ്മുടെ മനസ്സിലാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഇത് ധാബയുടെ ഫ്രണ്ടിൽ തന്നെ അവരുടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു ഇരുട്ടായി തുടങ്ങുമ്പോൾ അവിടെയുള്ള നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ബൈനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ബൈ നെയിം നാം സന്തോഷ്. ഓ വില്ലേജ് ആന്ധ്ര ഒഡീഷ. അപ്പോൾ ഇത് ഒഡീഷ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒഡീഷ ഫാമിലി ധാബ എന്നാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യണത് ഒഡീഷ എന്നുള്ളവരൊക്കെ തന്നെയാണ്. എന്തായാലും അടിപൊളിയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ ഈ ധാബയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റേ അടിക്കാണ്ട് നിന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ബ്രോനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് അവൻ്റെ വില്ലേജിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ 2-3 കമ്പനിക്കാരെയൊക്കെ കണ്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കയറി പോവാം. അപ്പോൾ ബ്രോ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോൻ്റെ വില്ലേജ് വരെ ഒന്ന് പോയിട്ട് നമുക്ക് വരാം. ബ്രോ നെയിം? യശ്വന്ത്. യശ്വന്താണ്. അപ്പോൾ ബാപ്സിനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് മീറ്റ് ചെയ്ത് നേരത്തെ കാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാപ്സിനെ അറിയാമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ. അപ്പോൾ നമ്മളങ്ങനെ മീറ്റാക്കിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി പോയിട്ട് വരാം. കൂട്ടുകാരൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ്. കൂട്ടുകാരൻ ഭയങ്കര ട്രാവലിനോട് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് എന്നോട് പറഞ്ഞു ഒന്ന് വരുമോ എന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ അവൻ്റെ ഇപ്പം ഫാം ഹൗസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അവിടെ ഭയങ്കര ഇരുട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അവന് കുഴപ്പമില്ല പോയിക്കോ, ഞാൻ തന്നെ ടെൻ്റൊക്കെ അടിച്ചോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ട് ഇന്ന് ഇവിടെ കൂടാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുത്തന്നെ കുറയ്ക്കണ്ട, അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇന്ന് നമ്മുടെ കൂടെ കൂട്ടണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിലും നല്ല കുറേ വിശേഷങ്ങൾ പകർന്നിട്ടുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ.